പെൺകുട്ടികളെ ചതിക്കുഴികളിൽ വീഴ്ത്തി മതം മാറ്റുന്ന ആസൂത്രിത മാഫിയകൾക്കെതിരെ ബിജെപിയും ഹൈന്ദവ സംഘടനകളും വർഷങ്ങളായി ഉയർത്തുന്ന മുന്നറിയിപ്പുകൾ അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. നിയമവ്യവസ്ഥയെയും കോടതികളെയും പോലും തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജിഹാദി തന്ത്രങ്ങൾ ഇന്ന് സാധാരണമായിരിക്കുന്നു. കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മാനുഷിക പരിഗണനകളെ ദുരുപയോഗം ചെയ്ത് ഗർഭിണിയാണെന്നോ അസുഖമാണെന്നോ ഉള്ള വ്യാജരേഖകൾ ചമച്ച് ജാമ്യം നേടാൻ ഇവർ കാട്ടുന്ന തത്രപ്പാടുകൾ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ഹിന്ദു പെൺകുട്ടികളെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തി ലക്ഷ്യസ്ഥാനത്തെത്തിച്ചാൽ പിന്നീട് ഇരയാക്കപ്പെടുന്ന പെൺകുട്ടിയെയും നിയമത്തെയും സമ്മർദ്ദത്തിലാക്കാൻ ഇവർ ഉപയോഗിക്കുന്ന ഗർഭതന്ത്രങ്ങൾ ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികല ടീച്ചറുടെ പ്രതികരണം പ്രസക്തമാകുന്നത്. പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ജീവിതം നശിപ്പിച്ച ശേഷം നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ പുതിയ കാരണങ്ങൾ നിരത്തുന്ന ഇത്തരം കുറ്റവാളികളെ ഒരു കാരണവശാലും വെറുതെ വിടരുത് എന്നവർ തുറന്നടിക്കുന്നു. ഹിന്ദു സമൂഹത്തെയും പെൺമക്കളെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആസൂത്രിത നീക്കങ്ങളെ ബിജെപി രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. നാസിക്കിലെ TCSൽ ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനവും ലവ് ജിഹാദും നടത്താൻ ശ്രമിച്ച നിധ ഖാൻ എന്ന പെൺകുട്ടി ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. പക്ഷേ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ കോടതിക്ക് മുൻപാകെ നിരത്തിയ ന്യായം അവർ ഗർഭിണിയാണ് എന്നതാണ്. കുറ്റവാളി എന്ത് കുറ്റം ചെയ്താലും മാനുഷിക പരിഗണന പ്രധാനമാണെന്നാണ് കോടതിയുടെ നിയമം. ഈ പഴുതാണോ കുറ്റം ചെയ്തവർ ഉപയോഗിക്കുന്നതെന്നാണ് നിലവിലെ സംഭവങ്ങൾ ബലപ്പെടുത്തുന്ന സംശയം. കോടതിയുടെ ജാമ്യത്തിന് വേണ്ടി കുറ്റവാളികൾ ഉപയോഗിക്കുന്ന കോടതി പഴുതാണോ ഇവിടെയും ഉപയോഗിച്ചത്? എന്തായാലും നിധ ഖാന്റെ ജാമ്യാപേക്ഷ ഇന്നലെ പരിഗണിച്ചപ്പോൾ ഗർഭിണിയാണ് എന്ന മെഡിക്കൽ കണ്ടീഷനിൽ ജാമ്യം വേണമെന്ന് നിധ ഖാന്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും ഇവർ ടൂറ് പോയ ഫോട്ടോഗ്രാഫുകൾ കോടതിയെ കാണിച്ചാണ് പ്രോസിക്യൂഷൻ ഇവരുടെ ജാമ്യം നിഷേധിക്കാൻ ആവശ്യപ്പെട്ടത്. ഇതോടെ കോടതി ജാമ്യാപേക്ഷ തള്ളി. അപ്പോൾ ഗർഭമെന്നത് ജാമ്യം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച വളഞ്ഞ വഴിയായിരുന്നു. ഇപ്പോൾ കുംഭമേളയിൽ വൈറലായ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയുടെ കേസിലും ഗർഭിണിയാണെന്ന വാദമാണ് ഉയർത്തപ്പെടുന്നത്. ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കണമെന്ന ആവശ്യമുയർത്തി മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നതോടെയാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ എന്ന യുവാവ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് മധ്യപ്രദേശ് വാദിക്കുന്നത്. 16 വയസ്സുകാരെ വിവാഹം കഴിച്ചതിന് മുസ്ലിം യുവാവായ ഫർമാനെതിരെ പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകൾ ചുമത്താനുള്ള വകുപ്പുണ്ട്. അതിനു പുറമെ ഗർഭിണിയാക്കി എന്നതിന്റെ പേരിൽ വേറെയും കേസെടുക്കാം. ഇനി കുട്ടി ജനിച്ചു എന്ന് കരുതുക. ഈ കുട്ടിയെ വളർത്താനുള്ള മുഴുവൻ ചുമതലയും ഫർമാന്റെ ചുമലിലായിരിക്കും. CPMലെ പ്രമുഖ നേതാക്കൾ ഇടപെട്ടാണ് വൈറൽ താരത്തിന്റെ വിവാഹം കേരളത്തിൽ വലിയ ആഘോഷത്തോടെ നടത്തിയത്. അന്ന് വിവാഹത്തെ എതിർത്ത പെൺകുട്ടിക്ക് പ്രായമായില്ലെന്ന് തെളിവ് സഹിതം വാദിച്ച BJP നേതാക്കൾക്ക് നേരെ CPMന്റെ സൈബർ ഗുണ്ടകൾ നടത്തിയ തെറി അഭിഷേകം കാണാത്തവരുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിയാൽ മതി. സംഭവം കൈവിട്ട് വഷളായതോടെ അന്ന് മുൻപിൽ നിന്ന നേതാക്കളെല്ലാം കൈകഴുകി മാറി. ഹൈന്ദവ പെൺകുട്ടികളുടെ ജീവിതം തകർക്കാൻ ജിഹാദികൾക്ക് വഴിയൊരുക്കുന്ന CPM സൈബർ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചും ഗർഭനാടകങ്ങൾ ആടിയും രക്ഷപ്പെടാമെന്ന് ആരും മോഹിക്കണ്ട. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ജിഹാദികൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന പിണറായി ഭരണകൂടം ഇതിന് വലിയ വില നൽകേണ്ടി വരും. ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും വരും തലമുറയെ ഇത്തരം ചതിക്കുഴികളിൽ നിന്ന് രക്ഷിക്കാനും BJP ഏതറ്റം വരെയും പോകും. ചതിയുടെ കോട്ടകൾ തകരുക തന്നെ ചെയ്യും. സത്യമായിരിക്കും ഇവിടെയെല്ലാം ജയിക്കുക.